നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 40 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ 14 പേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളാണ്. കാൻസാസിലെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇവർ. റഷ്യൻ ഐസ് സ്കേറ്റിംഗ് ദമ്പതികളായ വാഡിം നൗമോവും ഈവ്ജെനിയ ഷിഷ്കോവയും അപകടത്തിൽപ്പെട്ടു. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രി 8:47 വാഷിംഗ്ടൺ DC-യിലാണ് അപകടമുണ്ടായത്. 60 യാത്രക്കാരും 4 ജീവനക്കാരുമായി കാൻസാസിലെ വിജിറ്റയിൽ നിന്ന് റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിശീലന പറക്കലിലായിരുന്ന US ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ വിമാനപാതയിൽ എത്തുകയായിരുന്നു. 3 സൈനികരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. കൂട്ടിയിടിക്ക് പിന്നാലെ കോപ്റ്ററും വിമാനവും പൊട്ടിത്തെറിച്ച് പോട്ടോമാക് നദിയിൽ വീഴുകയായിരുന്നു. 20 വർഷം പഴക്കമുള്ള ബോംബാർഡിയൻ CRJ-700 മോഡലാണ് വിമാനം. അപകടത്തിലെ 67 പേരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. ദുഃഖകരമെന്ന് പറയട്ടെ, അതിജീവിച്ചു വരില്ല. സൈനിക ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 സൈനികർ ഉൾപ്പെടെ 67 പേർ അപകടത്തിൽ മരിച്ചതായി കരുതുന്നു, അദ്ദേഹം പറഞ്ഞു.